തിരുവനന്തപുരത്ത് വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിക്കൂടി യുവാവാണ് യുവതിയെ തള്ളിയിട്ടത്. ഗോകുലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. തിരുവനന്തപുരം ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന കേരള എക്സ്പ്രസിലാണ് ഈ അതിക്രമം നടന്നത് എന്നാണ് അറിയുന്നത്. ഗോകുലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, എപ്പോഴാണ് ഇപ്പോൾ ഗോകുൽ നമുക്കൊപ്പം ചേരും? തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരുന്ന ട്രെയിനിൽ കേരള എക്സ്പ്രസിലാണ് വർക്കലയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് ഒരു യുവാവ് കടന്നു കയറുന്നു. അങ്ങനെ കടന്നു കയറിയ യുവാവാണ് യുവതിയെ തള്ളിയിട്ടിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ഗോകുൽ? എപ്പോഴാണ് ഈ സംഭവം? ഈ യുവതിയുടെ നില എങ്ങനെയാണ്? അല്പ നിമിഷം മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വർക്കലയിലാണ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടെന്നുള്ളതാണ്. വർക്കല അയന്തി മേൽപ്പാലത്തിന് സമീപത്താണ് ഈ അപകടം നടന്നത്. യുവതി ഈ ട്രാക്കിനോട് ചേർന്ന് കിടക്കുന്നത് കണ്ട് പിറകെ വന്ന മെമു എക്സ്പ്രസിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ ട്രെയിൻ നിർത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുകയും യുവതിയെ തള്ളിയിട്ടതാണെന്നുമുള്ള ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തതെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മദ്യപിച്ച് കമ്പാർട്ട്മെന്റിനുള്ളിൽ കയറിയ യുവാവാണ് യുവതിയെ ശല്യം ചെയ്യുകയും തുടർന്ന് തള്ളിയിടുകയുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ റെയിൽവേ പോലീസ് അടക്കം ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി വരികയാണ്. യുവാവിനെ കണ്ടെത്താനായിട്ടില്ല. യുവതിയെ സംബന്ധിക്കുന്ന വിവരങ്ങളും കൃത്യമായി ലഭ്യമായി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും യുവതിയെ ഇപ്പോൾ ആറ്റിങ്ങലിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗുരുതരമായ പരിക്കുണ്ട് തലയ്ക്കെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വേണം കരുതാനല്ലേ? ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിയോ അരുൺ? വർക്കലയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന കേരള എക്സ്പ്രസിലാണ് ഒരു അല്പനിമിഷം മുൻപ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത്. കേരള എക്സ്പ്രസിലായിരുന്നു യുവതി ഉണ്ടായിരുന്നത്. യുവതിയെ തള്ളിയിട്ട ചെറുപ്പക്കാരൻ ഇപ്പോഴും ആ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഉണ്ടാവില്ലേ? അപ്പോൾ തിരിച്ചിറങ്ങിപ്പോയി, അതായത് ട്രെയിൻ ഇറങ്ങിയ സമയത്ത് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രതിക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് ഉള്ളത്. യുവതിയെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ആറ്റിങ്ങലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് യുവതിയെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ നിലവിൽ സാധിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഒരല്പനിമിഷം മുൻപാണ് ഈ അപകടം നടക്കുന്നതെന്നുള്ളതാണ്. പിന്നാലെ എത്തിയ മെമു ട്രെയിനിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ ട്രെയിൻ നിർത്തി, അതായത് ട്രാക്കിൽ കിടന്നിരുന്ന യുവതിയെ കണ്ടുകൊണ്ട് ട്രെയിൻ മുൻപിൽ നിർത്തിയ ശേഷം യുവതിയെ രക്ഷാപ്രവർത്തനവുമായി മുൻപോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് മെമു ട്രെയിൻ നിർത്തിയിട്ട ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം മുൻപോട്ട് പോയത്. യുവതിയെ കാണുന്ന സമയത്ത് അബോധാവസ്ഥയിൽ ട്രാക്കിനോട് ചേർന്ന് കിടക്കുകയായിരുന്നു. ഒരു പക്ഷേ മെമു ട്രെയിൻ നിർത്തിയില്ലായിരുന്നെങ്കിൽ യുവതിയുടെ ജീവൻ തന്നെ അപകടത്തിലേക്ക് നീങ്ങുന്ന കാര്യത്തിലേക്ക് തന്നെ കടക്കുമായിരുന്നു. മെമു ട്രെയിനിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ കൃത്യമായ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ യുവതിയെ രക്ഷപ്പെടുത്താനായതെന്നുള്ളതാണ്. എന്തായാലും ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള മാത്രമാണ് കേരള എക്സ്പ്രസിന് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ. പകരം കൂടുതൽ ആളുകളും ഡൽഹിയിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. സ്ലീപ്പറിലൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകളും കയറിയിട്ടുണ്ടാവുക. വൈകുന്നേരമായി ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. അതുകൊണ്ട് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ പൊതുവെ വർക്കിംഗ് വിമൻ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. അതും ഒരു സാധ്യതയാണ്. പക്ഷേ ഇയാൾ ഈ വർക്കലയിൽ നിന്ന് വിട്ടതിന് ശേഷമാണോ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്? ഗോകുലാണ് നമുക്കൊപ്പം. വർക്കലയിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന കേരള എക്സ്പ്രസിലാണ് ഈ അതിക്രമം സംഭവിച്ചിരിക്കുന്നത്. ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിക്കൂടിയ യുവാവാണ് യുവതിയെ തള്ളിയിട്ടത്. ഗോകുൽ, എന്റെ ചോദ്യം ഇതായിരുന്നു, വർക്കലയിൽ നിന്ന് ട്രെയിൻ മൂവ് ചെയ്തതിന് ശേഷമായിരുന്നോ ഈ സംഭവം നടന്നതായി കരുതുന്നത്? അരുണെ, ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നാണ് ഇത്തരത്തിൽ യുവതിയെ തള്ളിയിട്ടതെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ച് ഇത്തരത്തിൽ ട്രെയിൻ തിരുവനന്തപുരം ഭാഗത്ത് എത്തിയതിനു ശേഷം പോലീസ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക ഗോകുൽ. പ്രാഥമിക വിവരങ്ങളാണ്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ എത്തിയ യുവതിയെ തള്ളിയിട്ടു. ട്രാക്കിനോട് ചേർന്ന് യുവതി കിടക്കുന്നത് കണ്ട് തൊട്ടു പിന്നാലെ വന്ന മെമു ട്രെയിനിൽ നിന്നുള്ള ജീവനക്കാരാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. അബോധാവസ്ഥയിലായിരുന്നു യുവതി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. യുവതിയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. അല്പസമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് ലഭ്യമാക്കാം. യുവാവിനെ തിരയുകയാണ് പോലീസ്.